ടെലിവിഷൻ ചാനലുകളുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് 24. ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ് ഭാഷാപിതാവിന്റെ മണ്ണായ തിരൂർ. ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ നാളെയാണ് മലപ്പുറം ജില്ലാ സമ്മേളനം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സമീർ ബിൻ കരീം ഇപ്പോൾ തിരൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അങ്ങനെ സമീർ, ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നു. ആദ്യം മലപ്പുറം ജില്ലയിലാണ്, തിരൂരിലാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടില്ലേ? എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ സമീർ? ഉന്മേഷ്, ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. അന്ന് രാത്രിയോടുകൂടി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുമെന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന വിവരം. ഞാനിപ്പോഴുള്ളത് നാളെ നമ്മുടെ സമ്മേളനം നടക്കുന്ന ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൻ്റെ താഴ്ഭാഗത്താണ്. ഇവിടെ ഇതുവഴിയായിരിക്കും നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ വന്ന് ഇവിടുന്ന് പാസ് മേടിച്ച് പിന്നീട് അകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇവിടെ പ്രേക്ഷകർ സ്വീകരിക്കാനായി വിവിധങ്ങളായിട്ടുള്ള ബോർഡുകളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ദീപക് തെർമടം ചേരുന്നുണ്ട്. നമ്മുടെ ഒരുക്കങ്ങളൊക്കെ എന്താണ് പ്രേക്ഷകർക്ക് നമ്മൾ നാളെ നൽകുക? ഒരു കാര്യം സമീർ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, തിരൂരിലെ എത്തുന്ന പ്രേക്ഷകർ ഒരിക്കലും നിരാശരാവില്ല. കാരണം അത്തരം സർപ്രൈസുകൾ മികച്ച ഒരു അനുഭവമായിരിക്കും. കാലത്ത് 9 മണിയോടുകൂടി തന്നെ ഈ SSLC ഉന്നത വിജയികൾക്കുള്ള അനുമോദനം ആരംഭിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് പ്രേക്ഷക സമ്മേളനം. പ്രേക്ഷക സമ്മേളനത്തിൽ കുടുംബത്തിന് ആസ്വദിക്കാനുള്ള എല്ലാ വിരുന്നുകളും, കലാവിരുന്നുകളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല മികച്ച ചില സർപ്രൈസ് സമ്മാനങ്ങളും അതിലുണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എല്ലാ പ്രധാന അവതാരകരും SKN ഉൾപ്പെടെയുള്ളവർ SKN എത്തിക്കൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും എത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് തിരൂരിന് വേണ്ടി, മലപ്പുറത്തിന് വേണ്ടി 24 ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ദിവസം. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്തണം. അവരവരുടെ സീറ്റ് എത്രയും വേഗം ഉറപ്പാക്കാൻ രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് വേഗമല്ലേ അതല്ല ചെയ്യേണ്ടത് സമീറെ? എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക. അതിന് വേണ്ടി അവരവരുടെ സീറ്റ് എത്രയും വേഗം ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഗംഭീരമായ ഒരുക്കങ്ങളാണ്. നമ്മുടെ 24ൻ്റെ അവതാരക പുലികളെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കാലത്ത് 7 മണിക്ക് സ്പെഷ്യൽ മോർണിംഗ് ഷോ ആണ്. SKN നയിക്കുന്ന മോർണിംഗ് ഷോ തുഞ്ചംപറമ്പിൽ നിന്നും, തുഞ്ചത്താചാര്യൻ്റെ ആ പവിത്രമായ മണ്ണിൽ നിന്നും ആരംഭിക്കും. അത് സ്റ്റേഡിയത്തിലൂടെ നീങ്ങും. അത് കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് പോകും, ബിയാൻകോയിലേക്ക് ഒടുവിൽ സമാപിക്കും. ആ രീതിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും പ്രേക്ഷകർക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, വന്നാൽ അതൊരു വലിയ നേട്ടമായിരിക്കും. അല്ലേ സമീർ? തീർച്ചയായിട്ടും നമ്മുടെ 24 ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ തന്നെ പ്രോഗ്രാമുകൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ പ്രേക്ഷകർക്ക് നഷ്ടമാവാറില്ല. ഇത്തവണ ഈ ആസ്വാദനത്തിനൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഈ പരിപാടിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നാളെ 7 മണിക്ക് നമ്മുടെ മോർണിംഗ് ഷോ തിരൂരിൽ നിന്നും ആരംഭിക്കും. പിന്നീട് 9 മണിക്കായിരിക്കും SSLC മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ നമ്മൾ ആദരിക്കുക. പിന്നീട് അവരുമായിട്ട് നമ്മുടെ അവതാരകർക്ക് തന്നെ സംസാരിക്കും. അതിനുശേഷം 2 മണിക്ക് നമ്മുടെ പ്രേക്ഷക സമ്മേളനം ആരംഭിക്കും. പ്രേക്ഷകരോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട 24 അവതാരകർ സംവദിക്കും, അവരോട് സംസാരിക്കും, അവരെ നേരിൽ കാണും, അവരോട് കുശലാന്വേഷണം നടത്തും. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചില നറുക്കെടുപ്പും സമ്മാനങ്ങളും ഉണ്ട്. അത് പ്രേക്ഷകർ മറന്നുപോകരുത്. പരിപാടിയുടെ അവസാന ഘട്ടത്തിലായിരിക്കും നറുക്കെടുപ്പ്. നറുക്കെടുപ്പിൽ വലിയ സമ്മാനങ്ങളാണ്. ചുരുക്കി പറഞ്ഞ സർപ്രൈസുകൾ മാത്രമാണ് പരിപാടി. സർപ്രൈസുകളുടെ ഒരു വലിയ ഒരു കൂട്ടപ്പൊരിച്ചിലായിരിക്കും. ഓക്കെ, ഏതായാലും പ്രേക്ഷകർക്ക് ഒരുപാടായിട്ടുള്ള സർപ്രൈസുകളാണ് നമ്മുടെ പരിപാടിയിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഉന്മേഷ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഒട്ടേറെ പ്രേക്ഷകർ സമ്മേളനത്തിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്.